സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം, അധ്യായം 36, 28, 29 തിരുവചനങ്ങൾ. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട പ്രത്യാശാ നിർഭരമായ ദൈവവാഗ്ദത്തെ പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ നാം വായിച്ചു കേട്ട വേദഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ ജനം പ്രവാസത്തിലായിരുന്ന, അഥവാ ഇസ്രായേൽ ജനം അവരുടെ പാപങ്ങൾ നിമിത്തം ദൈവം അവരെ പല ദേശങ്ങളിലേക്ക് ചിതറിച്ചു കളഞ്ഞു. അങ്ങനെ ചിതറിപ്പാർത്ത ജനങ്ങൾക്ക് യെഹെസ്കേൽ പ്രവാചകൻ വഴി ദൈവം നൽകുന്ന പ്രത്യാശയാണ് നാം വായിച്ചു കേട്ടത്. ഞാൻ നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് കൊണ്ടുവന്ന് പാർപ്പിക്കും. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഒടുവിലായി പറയുന്നു, ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കുമെന്ന്. വിഭവങ്ങൾ വിളിച്ചു വരുത്തുന്ന ദൈവം. പുറപ്പാട് പുസ്തകത്തിൽ ഇത് നാം കാണുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് മന്നയെ ഇസ്രായേൽ ജനത്തിനു വേണ്ടി വർഷിപ്പിച്ചു കൊടുത്ത കർത്താവ്, കാടപ്പക്ഷിയെ വിളിച്ചു വരുത്തിയ കർത്താവ്. സത്യത്തിൽ സത്യവേദ പുസ്തകത്തിൽ, ഉൽപ്പത്തി പുസ്തകം നാം പഠിക്കുമ്പോൾ ഈ മുഴുവൻ പ്രപഞ്ചത്തെ തന്നെ വിളിച്ചു വരുത്തുന്നതായിട്ടാണ് നാം കാണുന്നത്. ആകാശത്തെ, വെളിച്ചത്തെ, സൂര്യനെ, ചന്ദ്രനെ, മുഴുവൻ പ്രപഞ്ചത്തെ ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം. അതേ ദൈവത്തിൻ്റെ ഇടപെടലാണ് യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 36-ാം അധ്യായത്തിൽ നാം വായിച്ചു കേട്ട വേദഭാഗത്തുള്ളത്. ഇന്ന് നമുക്ക് സമാധാനമില്ലെങ്കിൽ, സ്വസ്ഥതയില്ലെങ്കിൽ, സ്വൈരമില്ലെങ്കിൽ, ശാന്തിയില്ലെങ്കിൽ, സമാധാനമില്ലെങ്കിൽ, ആശ്വാസമില്ലെങ്കിൽ, മുന്നോട്ട് ഉള്ള പ്രയാണത്തിന് പാത അടയ്ക്കപ്പെട്ട സ്ഥിതിയെങ്കിൽ, എല്ലാം പ്രതികൂലം തന്നെ, അഥവാ വഴിമുട്ടിയ അവസ്ഥ, അവിടെയൊക്കെ നമുക്കുള്ള പ്രത്യാശ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അത് നാം കേട്ടതുപോലെ ദൈവം നമുക്ക് ദൈവമായിരിക്കും. നാം അവിടുത്തെ ജനമായിരിക്കും. നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കും. ദൈവം നമ്മെ രക്ഷിക്കും. ക്ഷാമം വരുത്താതെ ധാന്യം, അഥവാ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുവാൻ ആവശ്യമായിരിക്കുന്ന വിഭവങ്ങൾ, അത് വിളിച്ചു വരുത്തി നൽകുമെന്ന് മാത്രമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അത് വർദ്ധിപ്പിക്കുമെന്നാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക്, അഥവാ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, അവരുടെ സന്തതിയായ 12 ഗോത്രങ്ങൾക്ക് ദൈവം ഈ നാം കേട്ട വാഗ്ദത്തങ്ങൾ നൽകിയിരുന്നു. വാഗ്ദത്തങ്ങൾ നൽകുക മാത്രമല്ല ചെയ്തത്, ആ വാഗ്ദത്തങ്ങളെ അവരോട് കൂടെ ഇരുന്ന് നിറവേറ്റിയതായി നാം കാണും. പലപ്പോഴും അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവരെ കൊണ്ടുചെന്നാക്കിയ ദേശത്തിലെ ജനങ്ങളുടെ ജീവിത രീതികൾ അവർ അവലംബിച്ചു. അത് മുഖാന്തരം ദൈവത്തിന് അവരോട് കോപമുണ്ടായി. അവരെ അവിടെ കൊണ്ടുപോകുന്നതിന് മുമ്പേ ദൈവം അവരോട് പറഞ്ഞിരുന്നു, ഞാൻ നിങ്ങളെ കൊണ്ട് ചെന്ന്
താമസിപ്പിക്കുന്ന ദേശത്തിലെ ജാതികളുടെ ആചാരങ്ങൾ നിങ്ങൾ ആചരിക്കരുതെന്നും അവരുടെ ജീവിത രീതികൾ നിങ്ങൾ പിന്തുടരുതെന്നും, എന്നാൽ ദൈവം അവരോട് പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കുവാൻ, ആജ്ഞകൾ ശിരസാവഹിക്കുവാൻ, അത് പാലിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവർക്ക് ദീർഘവർഷങ്ങൾ പ്രവാസ ജീവിതം നയിക്കേണ്ടി വന്നത്. എങ്കിലും ദൈവം അവരെ കൈവിട്ടില്ല. ഇവിടെ ഇന്ന് നാം വായിച്ചു കേട്ടതുപോലെ അവരോട് ആശാവഹമായ, പ്രത്യാശാനിർഭരമായ വാഗ്ദത്തങ്ങളാണ് അവർക്ക് നൽകുന്നത്. ഈ വാഗ്ദത്തം ഇസ്രായേൽ ജനത്തിന് മാത്രമല്ല, ഇന്ന് ജീവിത പ്രതിസന്ധികളിൽ പതറി നിൽക്കുന്ന, ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ കണ്ട് പകച്ചു നിൽക്കുന്ന ഏവർക്കുമുള്ള ആശ്വാസം ഈ വചനത്തിലുണ്ട്. ആമേൻ.